നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടീ, നീ പോവാണോ? ഫംഗ്ഷന് പോവാൻ നിത്തിടുന്ന ഡ്രസ്സ് കാണണ്ടേ നിനക്ക്? എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞ ഡ്രസ്സുണ്ടല്ലോ, അവളെ അത് മാറാൻ പോയിരിക്കുക. ഞാൻ പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ, അതങ്ങനെ വേണ്ടി വന്നു. ഈ വീട്ടിലെ എനിക്കിഷ്ടമില്ലാത്ത ഒന്നും സംഭവിക്കില്ല, നിത്യയിലും സംഭവിക്കില്ല. ഓടി. അടുത്തത് വളരെ ലളിതമായ ഒരു അവാർഡ് ദാന ചടങ്ങാണ്. ഞങ്ങളൊക്കെ മറന്നു. നിങ്ങളൊക്കെ എങ്ങനെ മറക്കാനാ? നാട്ടിലെ കുരുത്തം കിട്ടവന്മാരല്ലേ നിങ്ങളൊക്കെ? അയ്യോ ചേച്ചി, ഞങ്ങളിപ്പോ ശരിക്കും നന്നായി. നന്നായി നന്നായി. ഞാൻ അച്ഛനോട് ചോദിക്കാറുണ്ട് രണ്ടാളെയും കുറിച്ച്. ഒരു മാറ്റമില്ലെന്ന് അച്ഛൻ പറഞ്ഞത്. ചടങ്ങ് ലളിതമാണെങ്കിലും അതിന്റെ പ്രൗഢി നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ വൈറ്റ് കോളർ ജോലികൾ തേടി അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഈ നാടിനെ സ്നേഹിച്ച്, ഈ മണ്ണിനെ സ്നേഹിച്ച് പുതിയ തലമുറക്ക് മാതൃകയായി ഒരു ചെറുപ്പക്കാരൻ. അതാണ് നമ്മുടെ ഹരി. നമ്മളിൽ ഒരാൾ ഈ നാടിന്റെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒപ്പം സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരൻ. ഹരി നമ്മുടെയൊക്കെ മനസ്സുകളിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പുതിയ തലമുറയുടെ മുഖമാണ്. അങ്ങനാവണം ഈ ലോകത്തെ ഓരോ ചെറുപ്പക്കാരനും. എന്താ ഹരിയെ പോലെ മണ്ണിൽ പണിയെടുക്കുന്ന അമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നതിന് മുൻപ് പോവാണോ? എന്നോട് വരാനാ പറഞ്ഞു. ഈ നാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പുതിയ കാഴ്ചപ്പാടിന്റെ വിപ്ലവം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, അറിവിനെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പ്രസിദ്ധീകരിക്കപ്പെട്ട അതിമനോഹരമായ ഒരു കവിതയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹരിയേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്ത് ജീവ? കാണുന്നവരോട് ഇങ്ങനെ കുഴഞ്ഞട നാണമില്ലടി നിനക്ക്? ഞാൻ എന്ത് ചെയ്തെന്നാ? അവന്മാരെ കാണിക്കാനാണോ സാരി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? മര്യാദക്കെല്ലാം മറച്ചു വെച്ച് നടന്നോണം. അല്ലെങ്കിലേ നിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.